ഹലോ, ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ്. രാവിലെ ഒരു 6:30 എഴുന്നേൽക്കുമ്പോൾ വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തു. ഒരു 7 മണിയായപ്പോൾ വാവയും എഴുന്നേറ്റു. അവൻ കളിക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ആ ഒരു ഫ്രഷ് എയറും പോസിറ്റീവ് എനർജിയും ഒക്കെ കിട്ടുമ്പോൾ അത് അന്നത്തെ ദിവസം തന്നെ വളരെ ബ്യൂട്ടിഫുള്ളാക്കും. രാവിലെ തന്നെ ഒരു ചടപ്പോടെ എഴുന്നേറ്റാൽ പിന്നെ ആകെ ഒരു മടുപ്പായിരിക്കും. അപ്പോൾ ഞാനെല്ലാം ഒന്ന് റൂമൊക്കെ ഒന്ന് സെറ്റാക്കി. എൻ്റെ പഠിക്കുന്ന ടേബിളും എല്ലാം ഒന്ന് സെറ്റാക്കി. മുൻപൊക്കെ പഠിക്കുന്ന ടേബിളൊക്കെ ഫുൾ കളർഫുള്ളായിരിക്കും. കളർ പെന്ന് അങ്ങനെ പേപ്പേഴ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഇപ്പോൾ അതൊന്നും പറ്റില്ല. ഇപ്പോൾ ഞാൻ എന്ത് അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാലും എൻ്റെ വാവക്ക് വേണ്ടി വരും. അതുകൊണ്ട് അവനെ അട്രാക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കും എൻ്റെ ടേബിൾ. അപ്പോൾ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. രാവിലത്തെ പഠിത്തം കുറവാണ്. കാരണം അടുക്കളപ്പണിയും വീട്ടിലെ ചെറിയ ചെറിയ ജോലികളും മോനെ നോക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ പെറുക്കലിൻ്റെ ഭാഗമായിട്ട് ആ ടൈം തന്നെ ഒന്ന് രാത്രി എഴുതിയ നോട്ട്സ് ഒന്ന് വായിച്ചു. ഒരു പഠിത്തമൊന്നുമല്ല, ഒന്ന് വായിച്ചു. പിന്നെ വീട്ടുജോലിയിലേക്ക് കടന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് പിന്നെ അവൻ്റെ ഉറക്കമൊക്കെ ആ ടൈം ഞാൻ പണിയെടുക്കുന്ന സമയം തന്നെ അവൻ ഉറങ്ങിത്തീരും. പിന്നെ എനിക്ക് അവൻ്റെ കൂടെ കളിക്കണം. കിട്ടുന്ന ടൈമിൽ നിന്ന് എന്തോ കുറച്ച് നല്ലൊരു മൂഡായതുകൊണ്ട് അവൻ കളിച്ചു. ഞാൻ കുറച്ചൊക്കെ ഒന്ന് റിവൈസ് ചെയ്തു. പുതിയ നോട്ട്സൊന്നും എഴുതിയില്ല. ഉള്ളത് നല്ല തറുവാക്കിയിട്ട് തന്നെ അടുത്തത് തുടങ്ങാമെന്ന് വെച്ചു. എനിക്കെപ്പം പറ്റുന്നൊരു കാര്യമാണ്. ഞാൻ റിവിഷൻ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് മറന്നു പോകും. വെറുതെ നോട്ട് കുറേ ഉണ്ടാവും. പക്ഷേ കാര്യമായിട്ട് എനിക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഭയങ്കര ഡൗട്ടായിരിക്കും. ഇത് പഠിച്ചിട്ടുണ്ട്, പക്ഷേങ്കിൽ എനിക്ക് എഴുതാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഇത്തവണ ഞാനെല്ലാം തറുവാക്കിയിട്ട് മാത്രമേ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുമെന്ന് ശപഥം ചെയ്തിട്ടിരിക്കുക. അപ്പോൾ അതൊന്ന് പഠിച്ചതിന് ശേഷം ഇതിപ്പോൾ രാത്രി 7 മണിയായി. വൈകുന്നേരം തന്നെ അവൻ കളിക്കുന്ന ടൈമിൽ കുറച്ച് നേരം നോട്ട്സ് എഴുതി, വീഡിയോസിൻ്റെ നോട്ട്സ് എഴുതി. ഇന്ത്യൻ മ്യൂസിക് എന്നുള്ള ടോപ്പിക്ക് തന്നെ. അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റാറ്റിക് ജികെയിൽ ടോപ്പിക്ക് വൈസ് കുറച്ച് ടോപ്പിക്കുകൾ വെച്ച് എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അത് പോയിൻറ്റ്സ്, അത് PYQ വെച്ചിട്ടുള്ള പോയിൻറ്റ്സ് എഴുതിയെടുക്കും. അങ്ങനെ അതൊക്കെ എഴുതി വെച്ചു. പിന്നെ അത് പഠിക്കും. അത് പഠിച്ചതിന് ശേഷമാണ് അടുത്ത ടോപ്പിക്കിലേക്ക് ഞാൻ കടന്നുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള അവൻ കളിക്കുന്ന ടൈമിൽ ഇന്ന് അവൻ സമ്മതിച്ചതുകൊണ്ട് എനിക്ക് കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. യൂട്യൂബ് ചാനലിൽ അപ്പോൾ വൈകുന്നേരമായി ചായ കുടിച്ചു. ചായയൊക്കെ കുടിച്ച് എനിക്ക് കുറച്ച് വേറൊരു വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഇപ്പോൾ അവൻ ഉറങ്ങിയത് എത്ര മണിക്കാണ്? 10:30ക്കാണ് അവൻ ഉറങ്ങിയത്. ആ ടൈമിൽ ഉച്ചയ്ക്ക് പഠിച്ചതിൻ്റെ ഞാനൊന്ന് ബൈ ഹാർട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈമർ വെച്ചു. ഞാനൊരു 20 മിനിറ്റോളം എടുത്ത് എഴുതിയ നോട്ട് ഒരു 7 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ അത്യാവശ്യം എൻ്റെ മനസ്സിലത് പതിപ്പിച്ചു. പിന്നെ എനിക്കത് അടുത്ത റിവിഷൻ ചെയ്യുമ്പം ഇനിയും ടൈം കുറഞ്ഞു വരും. ഓരോ റിവിഷനും നമുക്ക് ടൈം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു 7-8 മിനിറ്റ് കൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് അതിന് മുന്നത്തെ ടോപ്പിക്ക് കൂടി ഒന്ന് വായിച്ചു. അപ്പോൾ റിവിഷനാണ് നമുക്ക് ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ റിവിഷനാണ് മസ്റ്റ്. പിന്നെ അതിന് ശേഷം ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം എൻ്റെ ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് ഫിസിക്സിൽ ഫോഴ്സ് എന്നുള്ള ടോപ്പിക്കായിരുന്നു. ആ ടോപ്പിക്ക് ഞാൻ എഴുതാൻ തുടങ്ങി. അതൊരു പകുതി ആകുമ്പോഴേക്ക് തന്നെ വാവ ഒന്ന് ഞെട്ടി എഴുന്നേറ്റു. അപ്പോൾ രാവിലത്തെ ഇവൻ്റെ കൂടെയുള്ള കളിയും പണിയും ഒക്കെയുള്ള ക്ഷീണം ഉണ്ടായിരുന്നു. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. പക്ഷേ ഇനി തൊട്ട് ഒരു 4 മാസമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ ഉറക്കമൊക്കെ ഒന്ന് ബാക്കോട്ടാക്കി വെച്ച് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഫിസിക്സിലുള്ള നോട്ട്സ് ഞാൻ ഫോഴ്സ് എന്നുള്ള ചാപ്റ്റർ ഞാൻ പറഞ്ഞല്ലോ, അതാണ് നോട്ട്സ് ചെയ്തത്. പകുതി ആയുള്ളൂ. അതിന് നാളെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിനി ഉറങ്ങാൻ പോവുകയാണ്. ഗുഡ് നൈറ്റ്.